ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മരണമാസം എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരണം. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന പ്രോഗ്രാമില് ഒരു സീരിയൽ കില്ലറിനെ പറ്റി ഒരാൾ പറയുന്നതാണ് കാണിക്കുന്നത്. 90കളുടെ അവസാനത്തിൽ കുമാർ എന്ന് പറയുന്ന ഒരാളെ ആരൊക്കെ ചേർന്ന് പഴത്തിൽ വിഷം വെച്ച് കൊന്നിരുന്നു. അയാളുടെ മരണവാർത്ത അറിഞ്ഞ് അയാളുടെ ഭാര്യയും തൂങ്ങി മരിച്ചു. അന്ന് അനാഥനായി മാറിയ അയാളുടെ 8 വയസ്സുള്ള മകനാകട്ടെ ചെറുപ്പത്തിൽ അനുഭവിച്ച ഈ ട്രോമയെല്ലാം കാരണം 25 വർഷങ്ങൾക്ക് ശേഷം ബനാന കില്ലർ എന്ന പേരിൽ ഒരു സീരിയൽ കില്ലറായി മാറിയിരിക്കുകയാണ്. തന്റെ അച്ഛന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ആൾക്കാരെ എല്ലാം തന്നെ തേടിപ്പിടിച്ച് ഈ ബനാന കില്ലർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ പറഞ്ഞ ബനാന കില്ലർ ആകട്ടെ തന്റെ അടുത്ത ഇരയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അയാളുടെ മുഖത്തിടിക്കുകയും വായിൽ പഴം തിരികെ വെച്ചിട്ട് അയാളെ കൊല്ലുകയും ചെയ്യുന്നതാണ്. പിന്നീട് ഇതെല്ലാം തന്നെ ന്യൂസിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ആളെയാണ് ഈ സീരിയൽ കില്ലർ കൊന്നിരിക്കുന്നത്. നാട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ സീരിയൽ കില്ലറിനെ ഭയന്നാണ് ജീവിക്കാൻ തുടങ്ങിയത്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായിക അവളുടെ വീട്ടിലേക്ക് വളരെ ലേറ്റ് ആയിട്ട് വരുന്നതാണ്. അവളുടെ അച്ഛൻ ആകെ ടെൻഷനിലായിരുന്നു. എന്നാൽ അവളുടെ അമ്മൂമ്മ പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അവൾക്ക് നല്ല ധൈര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ബോക്സിംഗ് പഠിപ്പിക്കുന്നതെന്ന്. ജെസി എന്നാണ് അവളുടെ പേര്. ജെസി വന്നതും അവളുടെ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ ബോയ് ഫ്രണ്ട് ലൂക്ക് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന്. നീ അവനും തമ്മിൽ ഇപ്പൊ എങ്ങനെയാണെന്ന്. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ അവനുമായിട്ട് ബ്രേക്കപ്പ് ആകാൻ പോവുകയാണെന്നാണ് ജെസി പറയുന്നത്. സീരിയൽ കില്ലറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിലെ സമർത്ഥനായ ഓഫീസറായ അജയ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളെയാണ് ഇവളിൽ നിന്ന് നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അജയ് ആകട്ടെ താൻ ഓമനിച്ച് വളർത്തിയ നായയായ പക്രുവിനെ കാണാതെ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിപ്രഷനിലായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അയാൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വരികയും ചെയ്യുന്നുണ്ട്. പക്രുവിനെ തിരിച്ചു കിട്ടാതെ അയാൾക്ക് ഉറക്കം പോലും കിട്ടില്ലായിരുന്നു. എന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് സീരിയൽ കില്ലറിന്റെ മനഃശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വന്നതെന്ന്. ഈ വാർത്തകളെല്ലാം തന്നെ ടിവിയിൽ കാണിക്കുമ്പോഴും നമ്മുടെ സീരിയൽ കില്ലർ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംശയമുള്ള ആൾക്കാരെ എല്ലാം തന്നെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടെ നമ്മുടെ ജെസ്സി സ്നേഹിക്കുന്ന നായകനായ ലൂക്കിന്റെ വീട്ടിലേക്കും പോലീസ് സംഘം എത്തുന്നു. ടൈഗർ എന്ന് വിളിക്കുന്ന ഈ പോലീസുകാരൻ ലൂക്കിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ലൂക്കിന്റെ വീട്ടിൽ പോലീസ് വന്നതറിഞ്ഞുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ അവിടെ കൂടിയിരുന്നു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ജനങ്ങളൊന്നും തന്നെ സമ്മതിച്ചില്ല. ജനങ്ങൾ ഇത്രയധികം ഇവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുണ്ടാക്കി നാട്ടുകാർക്ക് വലിയൊരു തലവേദനയായി മാറിയ ഇവനെ നാട്ടുകാര് തന്നെ കാശ് പിരിച്ച് ആ കാശിന് ചെക്കോസ്ലോവാക്യയിലേക്ക് അയക്കാനിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഇവന് ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ നിന്നും. നാട്ടുകാർക്ക് ഇവനെ കൊണ്ടുള്ള ശല്യം കാരണമാണ് അവരെല്ലാം കൂടി 16 ലക്ഷം രൂപ പിരിച്ചിട്ട് ഇവന് വേണ്ടിയിട്ട് ഈ ഒരു ടിക്കറ്റ് എടുത്തത് തന്നെ. അത് മുടക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കില്ല. എന്നാൽ ഇവനെതിരെ തെളിവുകളുണ്ടെന്നാണ് ടൈഗർ പറയുന്നത്. കൊല നടന്ന ദിവസങ്ങളിൽ ഇവൻ ഓരോ കിലോ പൂവമ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബനാന കില്ലറും പഴം വായിൽ തിരികെയാണല്ലോ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഇവനെ ഡൗട്ട് അടിച്ചത്. എന്നാൽ ഇവനെ വെറുതെ വിടണമെന്നും ഇവനല്ല കില്ലറെന്നും ആൾക്കാർ പറയാൻ ആരംഭിച്ചു. അടുത്ത ആഴ്ച ഇവനെ ഇവിടെ നിന്നും കയറ്റിവിട്ടില്ലെങ്കിൽ നാട്ടുകാർക്കാണ് നഷ്ടം. ഇവനെ വിട്ടില്ലെങ്കിൽ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ പോലും കത്തിച്ചു കളയും. എന്താ സംഭവം എന്ന് ടൈഗർ ചോദിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, പൊന്നും വിലയുള്ള ഈ നാട്ടിലെ സ്ഥലത്തിന്റെ വില മൊത്തം പോയത് ഇവൻ കാരണമാണ്. ഈ നാട്ടിലേക്ക് ആരും പെണ്ണുപോലും കൊടുക്കാറില്ല. ഈ പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ പോലും OLX-ലിട്ട് ഇവൻ വിൽക്കാൻ ശ്രമിച്ചു. അമ്പലക്കുളത്തില് ചിക്കന്റെ പീസിട്ട് മീൻ പിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കി. പള്ളിയിൽ കുമ്പസാരിക്കുന്നതിനിടെ ആരും അറിയാതെ മൈക്ക് വെച്ചിട്ട് കുമ്പസാര രഹസ്യങ്ങളെല്ലാം നാട്ടുകാരെ കേൾപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സെർച്ച് ഹിസ്റ്ററി എടുത്തിട്ട് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ഫ്ലക്സ് അടിച്ചു വെച്ചു. ടൈഗറിന് ആകെ തലവേദന എടുക്കാൻ തുടങ്ങിയതെല്ലാം കേട്ടിട്ട് അവസാനം അവരുടെ എല്ലാം നിർബന്ധം കാരണം അവനെ വെറുതെ വിട്ടു. സീരിയൽ കില്ലർ ആകാനൊന്നും അവനെ കൊണ്ട് പറ്റില്ലെന്നാണ് അവര് പറയുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും അവനെ ഇറക്കിയതോടുകൂടി അവൻ ഫ്രീ ആയി. അതേസമയം മറ്റൊരിടത്ത് ഒരു ബസ് കണ്ടക്ടറായ അരുവിയെ കാണിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയതാണ്. കുഞ്ഞു പ്രായത്തിലെ നഷ്ടപ്പെട്ട അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവൻ അറിയില്ല. അച്ഛൻ ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവൻ ബലിയിടുന്നുണ്ട്. അച്ഛന്റെ ഓർമ്മയായിട്ട് അവൻ ആകെ കൂടെയുള്ളത് അവന്റെ നെഞ്ചിൽ പച്ചകുത്തിയിരിക്കുന്ന ആ ഒരു ചിഹ്നമായിരുന്നു. അവനും അച്ഛനും ഒരുമിച്ചാണ് അത് ചെയ്തത്. അച്ഛന്റെ നെഞ്ചിലും അതുപോലൊരു ചിഹ്നമുണ്ട്. അരുവി ഓടുന്ന ബസിന്റെ ഡ്രൈവറായിരുന്നു ജിതിൻ എന്ന ഇയാള്. കുറെ കാലങ്ങളായിട്ട് കല്യാണം ആലോചിച്ചിട്ട് നടക്കാതെ ഇപ്പോൾ ഇയാളുടെ കല്യാണം എങ്ങനെയൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ നാട്ടുകാരായിരുന്നു അയാളുടെ കല്യാണം മുടക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അയാൾ നാട്ടുകാരെല്ലാം കേക്കെ തന്റെ കല്യാണം തീരുമാനിച്ചത് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് ആരെങ്കിലും മുടക്കാൻ ശ്രമിച്ചാൽ അവനെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ ലൂക്കാകട്ടെ ജെസ്സി തന്നെ ബ്രേക്കപ്പ് ചെയ്തത് കാരണം അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ബോക്സിംഗ് നടക്കുന്നിടത്തേക്ക് വരുന്നു. തനിക്ക് ഒരു ചാൻസ് കൂടി തരണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല ലൂക്ക് എന്നാണ് അവൾ പറയുന്നത്. ഇത്രയും കാലം അവളാകട്ടെ അവനെ ലൂക്കച്ചായൻ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ലൂക്ക് എന്ന് വിളിച്ചപ്പോൾ അവൻ ആകെ ഷോക്കായി. ലൈഫിൽ എന്തെങ്കിലും നീ നന്നാകുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം നിന്നെ സ്നേഹിച്ചത്. എന്നാൽ നീ ഒരിക്കലും നന്നാകാൻ പോകില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. അതും പോരാഞ്ഞ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് നീ ഒരു സീരിയൽ കില്ലർ ആണെന്നാണ്. ഈ നാട്ടുകാരങ്ങനെ പലതും പറയും. നീ എന്തിനാ അതൊക്കെ വിശ്വസിക്കുന്നതെന്നാണ് അവൻ ചോദിക്കുന്നത്. താൻ ചെക്കോസ്ലോവാക്യക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാനിരുന്നതാണ്. എന്നാൽ അവള് പറയുന്നു, നാട്ടുകാർക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്റെ ശല്യം സഹിക്കവയ്യാതെയാണ് നിന്നെ ഈ നാട്ടിൽ നിന്നും ആരും പോകാത്തൊരു നാട്ടിലേക്ക് കയറ്റി വിടാൻ പോകുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്കില്ലേ? അതുകൊണ്ട് എനിക്കിനി നിനക്ക് വേണ്ടി കാത്തിരിക്കാനൊന്നും പറ്റില്ല. അവൻ ആകെ തകർന്നു. ആത്മാർത്ഥമായിട്ടായിരുന്നു അവൻ അവളെ പ്രണയിച്ചുകൊണ്ടിരുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ
സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ദേഷ്യം വന്ന അവളാകട്ടെ അവന്റെ മൂക്കിനിട്ട് ഇടിക്കുകയും ചെയ്തു. സീൻ അവിടെ നിന്നും കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഗവൺമെന്റ് ഓഫീസാണ്. അവിടുത്തെ സ്റ്റാഫായിരുന്നു നമ്മുടെ ആ സീരിയൽ കില്ലർ. അവിടെ എല്ലാവരും അവനെ SK എന്നാണ് വിളിക്കുന്നത്. ശ്രീകുമാർ എന്നായിരുന്നു അയാളുടെ പേര്. SK എവിടെയെന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ SK കാണിക്കുന്നുണ്ട്. അയാൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നാൽ ടോം ആൻഡ് ജെറിയുടെ കഥ പറയുമ്പോൾ അതിലെല്ലാം തന്നെ അയാൾ ഒരുതരം വയലൻസ് ചേർത്താണ് പറഞ്ഞിരുന്നത്. ഇത് കേട്ട് കുട്ടികൾ പേടിച്ച് കരയാൻ തുടങ്ങി. ഒരേ ഒരു കുട്ടി മാത്രം സാറ് പറഞ്ഞ കഥ കൊള്ളാം, അടുത്ത തവണ ഇതിന്റെ ബാക്കി പറയണമെന്ന് പറയുന്നുണ്ട്. അവന് മാത്രമേ ആ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ജെസ്സിയുടെ ജന്മദിനം അവളുടെ അച്ഛനും അമ്മൂമ്മയും എല്ലാരും ചേർന്ന് ആഘോഷിക്കുന്നതാണ്. ആ സമയത്ത് എല്ലാം തന്നെ ലൂക്ക് അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ ഫോൺ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളുമായിട്ട് അവൻ വീടിന് പുറത്തു തന്നെയുണ്ട്. അവൾ അവിടെ ആഘോഷിക്കുന്നതെല്ലാം തന്നെ സങ്കടത്തോടു കൂടി അവൻ കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വൃദ്ധസദനത്തിലേക്ക് വരുന്ന കുറുപ്പിനെയും അയാളുടെ മകനെയുമാണ്. അയാളുടെ മകനാകട്ടെ കുറുപ്പിനെ അവിടെ ആക്കിയിട്ട് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഒട്ടും താല്പര്യത്തോടെയല്ല കുറുപ്പ് അവിടേക്ക് വന്നത്. ഡോക്ടർ മകനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛനെ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നത്, നിങ്ങൾക്ക് കൂടെ നിർത്തിക്കൂടെ എന്ന്. എന്നാൽ അയാളുടെ സ്വഭാവം ശരിയല്ല എന്നാണ് മകൻ പറയുന്നത്. സ്വന്തം മരുമകളുടെ ചന്തയ്ക്ക് കയറി പിടിക്കുന്ന ഒരു അമ്മായിയപ്പനെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിർത്തുവോ? അത്രയ്ക്കും വൃത്തികെട്ടവനായിരുന്നു അയാള്. ഇത് കേട്ടതും ഡോക്ടർ ഞെട്ടി. എങ്ങനെ പോയ ഇയാൾ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നതായിരുന്നു ഡോക്ടറിന്റെ മനസ്സിൽ. ഇവിടെ ആ അജയ് എന്ന പോലീസുകാരനാകട്ടെ തന്റെ കാണാതായ നായെ തിരയാൻ വേണ്ടിയിട്ട് അതിന്റെ പോസ്റ്റർ അവിടെ ഇവിടെ എല്ലാം തന്നെ ഒട്ടിക്കുന്നു. അരുവിയും ജിതിനും ആകട്ടെ പഴയ പോലെ ബസ് സർവീസിന് പോവുകയും ആ ബസ്സിൽ ജെസ്സി കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. സർവീസ് കഴിഞ്ഞിട്ട് കാശെല്ലാം തന്നെ ബസിന്റെ മുതലാളിയെ ഏൽപ്പിക്കും. പിറന്നാളിന്റെ അന്ന് ജെസ്സിക്ക് അവളുടെ അമ്മൂമ്മ ഗിഫ്റ്റ് ചെയ്തത് ഒരു പെപ്പർ സ്പ്രേ ആയിരുന്നു. രാത്രിയിൽ താമസിച്ചു വരുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണമെന്ന് അവളുടെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലൂക്കാകട്ടെ ജെസ്സി ആലോചിച്ചിരുന്ന കരച്ചിലോട് കരച്ചില്. അവന് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവളാകട്ടെ അവന്റെ മെസ്സേജിന് റിപ്ലൈ പോലും കൊടുക്കുന്നില്ല. നമ്മുടെ സീരിയൽ കില്ലർ SK ആകട്ടെ തന്റെ അടുത്തരയെ പിടിക്കുന്നു. വയസ്സനായ അയാളെ വലിച്ചഴിച്ചുകൊണ്ടുവന്ന് നേരത്തെ ആൾക്കാരെ കൊന്ന പോലെ കൊന്നിട്ട് ബോഡി ഒരിടത്ത് ഡംപ് ചെയ്യുന്നു. ഒരു രീതിയിലും പോലീസുകാർക്ക് സീരിയൽ കില്ലറിനെ പിടിക്കാൻ പറ്റാത്തത് കാരണം അവസാനം ഈ കില്ലറിനെ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് 10 ലക്ഷം രൂപ വരെ കിട്ടുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ കുറുപ്പാകട്ടെ ആരും അറിയാതെ വൃദ്ധസദനത്തിലിരുന്ന് കഞ്ചാവ് വലിക്കുന്നുണ്ട്. ആസ്മയുള്ള അയാളാകട്ടെ ഒരു കയ്യിൽ ഇൻഹേലറും പിടിച്ചിട്ടാണ് ഈ കഞ്ചാവ് വലിയൊക്കെ നടത്തുന്നത്. ഇവിടെ നമ്മുടെ കില്ലറിന്റെ അടുത്ത ഇരയും ഈ കുറുപ്പായിരുന്നു. അയാളുടെ ഫോട്ടോയാണ് കില്ലർ കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ കുറുപ്പിനെ തേടി അയാളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കുറുപ്പ് അവിടെയില്ല. ഇയാളിത് എവിടെ പോയി എന്നതായിരുന്നു കില്ലർ ആലോചിക്കുന്നത്. ഇനിയിപ്പോ ഇയാളെ എവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും? കുറുപ്പ് വൃദ്ധസദനത്തിൽ പോയതൊന്നും തന്നെ നമ്മുടെ SK അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ അജയുടെ നായ പക്രു ആകട്ടെ കറങ്ങിത്തിരിഞ്ഞ് ഈ വൃദ്ധസദനത്തിലെത്തിയിട്ടുണ്ട്. കുറുപ്പുമായിട്ട് ഈ നായ കൂടുതൽ അടുത്തിരുന്നു. എന്നാൽ കുറുപ്പിന് ഈ നായയെ കണ്ണിന് കണ്ടുകൂടാ. പലതവണ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതാണ്. കുറുപ്പ് എങ്ങോട്ട് പോകുന്നു ആ നായ കുറുപ്പിന്റെ പുറകെ പോകും. ഇപ്പൊ ആകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആരും കാണാതെ മതിൽ ചാടി പുറത്തിറങ്ങി നായ പിറകെയും കുറെ തവണ ഓടിച്ചു വിട്ടെങ്കിലും ഈ നായ പോകുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അതിനെ ഒഴിവാക്കാൻ കുറുപ്പാകട്ടെ അവിടെ കിടന്നൊരു വണ്ടിയുടെ ബാക്കില് ഈ നായയുടെ കഴുത്തിലുണ്ടായിരുന്ന ചങ്ങല കെട്ടിയിടുന്നു. അവിടുന്ന് കുറുപ്പ് നേരെ ബാറിലേക്ക് പോകുന്നു. നമ്മുടെ കില്ലറും അവിടെ തന്നെയായിരുന്നു കുറുപ്പിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഇയാൾ ഇത് എവിടെ പോയി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കില്ലറിന്റെ ഫ്രണ്ടിൽ തന്നെ കുറുപ്പ് വന്നിരിക്കുന്നു. പേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊരു മട്ടായിരുന്നു നമ്മുടെ കില്ലറിന്. ഇര തന്റെ മുന്നിലിരിക്കുന്ന സ്ഥിതിക്ക് അയാളാകട്ടെ അവിടേക്ക് കുറച്ച് പൂവമ്പഴം ഓർഡർ ചെയ്യുന്നു. മദ്യപിച്ച് അത്യാവശ്യം ബോധം പോയിരുന്ന നമ്മുടെ കുറുപ്പാകട്ടെ അവിടെ ന്യൂസ് ചാനലിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ പറ്റിയുള്ള വാർത്ത കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ആ TVക്ക് നേരെ ഒരു കുപ്പിയെടുത്ത് എറിയുന്നു. അതോടുകൂടി ബാറുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനുള്ള കാശ് താൻ തരാമെന്ന് പറഞ്ഞിട്ട് SK ആകട്ടെ കാശും കൊടുത്തിട്ട് കുറുപ്പിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും അയാൾക്ക് പഴം ഡെലിവറി ചെയ്യാനുള്ള ആളും എത്തി. പഴവും വാങ്ങി കുറുപ്പിനെയും കൊണ്ട് ബ്ലേഡ് വാങ്ങാൻ വേണ്ടിട്ട് ഒരു കടയിലേക്ക് ചെല്ലുന്നു. അവിടെ ബ്ലേഡ് ഉണ്ടായിരുന്നില്ല. കുറുപ്പിനെ അവിടെ ചാരി ഇരുത്തിയിരുന്നതാണ്. SK തിരിഞ്ഞു നോക്കുമ്പോ അയാളാകട്ടെ നമ്മുടെ അരുവിയുടെ ബസ്സിൽ കയറിപ്പോയിരിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ SK അയാളുടെ പിറകെ ഓടി ആ ബസ്സിൽ ചാടിക്കയറി. ബസ്സിലിരുന്ന കുറുപ്പാകട്ടെ അവിടെ ഇരുന്ന ആൾക്കാരെ എല്ലാം തന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അരുവിയുമായിട്ടും ബഹളം ഉണ്ടാക്കുന്നു. അരുവിയുടെ അച്ഛനെ വരെ വിളിക്കുന്നുണ്ട്. തന്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അരുവി സഹിക്കില്ലായിരുന്നു. ഇവർ SK ആണ് പ്രശ്നത്തിൽ ഇടപെട്ട് അതൊന്ന് കോംപ്രമൈസ് ആക്കുന്നത്. അങ്ങനെ സമയം കടന്നുപോയി. രാത്രിയായി. ബസ്സിലിരുന്ന സ്ത്രീകളെ എല്ലാം തന്നെ ഈ കുറുപ്പ് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. കുറുപ്പിന്റെ മുന്നിലിരിക്കുന്നതാകട്ടെ നമ്മുടെ ജെസ്സിയും. ഇവിടെ പോലീസുകാരനായ അജയോട് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ആ പഴയ ഇൻഷുറൻസ് ഏജന്റ് കുമാറിന്റെ കേസില് പ്രതികളാണെന്ന് സംശയിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ സീരിയൽ കില്ലർ SK ആകട്ടെ അയാളുടെ അച്ഛന്റെ മരണത്തിൽ സംശയം തോന്നിയ ആൾക്കാരെ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത്. സംശയിക്കപ്പെട്ട ആൾക്കാരിൽ ഇനി ജീവനോടെ ഉള്ളത് കുറുപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സീരിയൽ കില്ലറിന്റെ അടുത്ത ഏര കുറുപ്പായിരിക്കുമെന്നും കോൺസ്റ്റബിൾ പറയുന്നു. ഇവിടെ ഓൾറെഡി നമ്മുടെ SK ആകട്ടെ കുറുപ്പിന്റെ കൂടെ ഉണ്ട് താനും. ബസ്സിലെ ആൾക്കാരെല്ലാം തന്നെ ഒരുവിധം പോയി. ഇപ്പൊ ബാക്കിയുള്ളത് SKയും കുറുപ്പും ജെസ്സിയും ജിതിനും അരുവിയും മാത്രമാണ്. കുറുപ്പാകട്ടെ ജെസ്സിയെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവള് പലതവണ അയാളെ തിരിഞ്ഞ് ദേഷ്യത്തിൽ നോക്കിയെങ്കിലും അയാൾ വീണ്ടും അവളെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അയാൾ കൈകൊണ്ട് അവളുടെ ചെസ്റ്റിലേക്ക് പിടിക്കാൻ തുടങ്ങിയതും ദേഷ്യം വന്ന അവളാകട്ടെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് അയാളുടെ മുഖത്തേക്ക് അടിക്കുന്നു. ബാക്കിലിരുന്ന് നമ്മുടെ SKയുടെ മുഖത്തും ചെറുതായിട്ടൊക്കെ അത് വീണു. അയാളുടെ കണ്ണ് നിറന്നുണ്ടായിരുന്നു.
പോകുന്നു. അവൾ അത് ചെയ്യുന്നത് കണ്ട് അരുവിയും പറയുന്നുണ്ട് അത് അയാൾക്ക് ആവശ്യമാണെന്ന്. കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, അയാൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. എന്നാൽ പെപ്പർ സ്പ്രേ മുഖത്തേക്ക് അടിച്ചത് കാരണം കുറുപ്പിന് വല്ലാത്ത ശ്വാസം മുട്ടുകയും അയാൾ പെടഞ്ഞു മരിക്കുകയും ചെയ്യുന്നു. ബോധം കെട്ട് കിടക്കുകയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. SK അയാളെ തട്ടി ഉണർത്താൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ മരിച്ചു എന്ന് മനസ്സിലായത്. ഇതറിഞ്ഞതോടുകൂടി ജെസ്സിയും ആകെ ടെൻഷനിലായി. അവളുടെ കൈയും കാലും ഒക്കെ വരയ്ക്കുന്നുണ്ട്. അവൾ ആകെ പേടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് താൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല എന്ന്. സംഭവം കണ്ട് അരുവിയും നല്ല പോലെ പേടിച്ചു. SKക്കാകട്ടെ തന്റെ കൈ കൊണ്ട് തന്നെ അയാളെ കൊല്ലണമെന്നായിരുന്നു. അത് കാരണം അയാൾക്ക് CPR ഒക്കെ കൊടുത്തിട്ട് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം തന്നെ ഫെയിലായി. കുറുപ്പ് മരിച്ചിരിക്കുന്നു. ബസ് നിർത്തി ജിതിന് ഉള്ളിലേക്ക് വരുന്നു. സംഭവം അവള് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അയാൾ ശല്യം ചെയ്തപ്പോൾ ഞാൻ വെറുതെ സ്പ്രേ അടിച്ചത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ജിതിൻ പറയുന്നുണ്ട്. എന്നാൽ SK ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോകണ്ട, അങ്ങനെ പോയാൽ ഈ പെൺകുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതെയാകും. അവളുടെ കൈകൊണ്ടല്ലേ ഈ മരണം സംഭവിച്ചത്. ജെസ്സിയും പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണ്ട എന്ന്. ജിതിനാകട്ടെ ഈ കേസിലൊന്നും പെടാൻ താല്പര്യമില്ല. കാരണം അടുത്ത ആഴ്ച അയാളുടെ കല്യാണമാണ്. ഇവിടെ ജെസ്സിയെ കാണാതെ അവൾക്ക് വീട്ടിൽ നിന്നും കോള് വരുന്നു. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലാണെന്നാണ് അവൾ പെട്ടെന്ന് പറയുന്നത്. എന്നാൽ ഇന്നിനി താമസിച്ചില്ലേ, വരാൻ നിൽക്കണ്ട, അവിടെ തന്നെ കിടന്നു എന്ന് പറയുന്നു. അവളുടെ അച്ഛൻ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും തന്നെ വീട്ടിൽ പറയാനും പറ്റില്ല. അവരൊക്കെ നല്ലപോലെ പേടിക്കും. ശരി ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. ഇന്നത്തെ രാത്രി എന്തായാലും അവൾക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അവൾ കൂട്ടുകാരുടെ വീട്ടിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അജയും സംഘവും ആകട്ടെ കുറുപ്പിനെ തേടി ആ വൃദ്ധസദനത്തിലേക്ക് എത്തുന്നു. അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറുപ്പ് അവിടെ നിന്നും മുങ്ങിയ വിവരം. അവിടെ എത്തി അയാളെ അന്വേഷിക്കുമ്പോഴാണ് അയാളെ കാണാനില്ലെന്ന് അറിയുന്നത്. അയാൾ റൂം പരിശോധിക്കുന്നതിൽ നിന്നും കഞ്ചാവും കിട്ടുന്നുണ്ട്, കുറെ മാസികകളും കിട്ടുന്നുണ്ട്. ഇതോടുകൂടി ഇയാളുടെ ക്യാരക്ടർ എന്താണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഇവിടെ ജെസ്സി അരുവി എല്ലാം പേടിച്ചിരിക്കുകയാണ്. ഇതിനെയും കൊണ്ട് നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് SK പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഈ ബോഡി ഏറ്റെടുക്കാം. ഇത് കേട്ടതും അവരെല്ലാവരും SK സംശയത്തോടു കൂടി നോക്കുന്നു. നിങ്ങൾ എന്തിനാ ഈ ബോഡി ഏറ്റെടുക്കുന്നത്? ഈ കുട്ടിക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് ഈ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കും. ഈ ബോഡി ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോളാം, നിങ്ങളിതൊന്നും ആരോടും പറയാതിരുന്നാൽ മതി. എന്നാലും ഒരു കാര്യമില്ലാതെ നിങ്ങൾ എന്തിനാ ബോഡി ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ SK അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഒരു കാര്യമില്ലാതെ ഒന്നുമല്ല ഞാൻ ബോഡി ഏറ്റെടുക്കുന്നത്, നിങ്ങൾ എനിക്ക് കാശ് തരണമെന്ന്. അപ്പോൾ SK പറയുന്ന കാര്യത്തിൽ അവർക്ക് കുറച്ച് വിശ്വാസം തോന്നുന്നുണ്ട്. കാശിന് വേണ്ടിയിട്ട് ഇയാൾ ബോഡി ഏറ്റെടുക്കുന്നതായിരിക്കും. എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ SK വെറുതെ പറയുന്നുണ്ട് 5 ലക്ഷം എന്ന്. ഇവരെല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള കാശ് എടുക്കുന്നു. ഒരു 7000 രൂപ അടുപ്പിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതൊന്നും സാരമില്ല, തൽക്കാലം ഇത്രയെങ്കിലും കിട്ടിയില്ലയോ, അത് മതി, ബോഡി ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ഓണർ ആകട്ടെ ഒരു പാർട്ടി പരിപാടിയുടെ അനൗൺസ്മെന്റുമായിട്ട് പോകുന്നുണ്ട്. വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് അരുവിയെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ വണ്ടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് തങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ മുൻപിലാണ് വന്ന് കിടക്കുന്നതെന്ന് അവർ അറിയുന്നത് തന്നെ. വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി, അത് ശരിയാക്കിയിട്ട് ഇപ്പൊ തന്നെ കൊണ്ടുവരാമെന്നാണ് അരുവി പറയുന്നത്. ഫോൺ കട്ട് ചെയ്തതും ഇവർ പെട്ടെന്ന് അവിടെ നിന്നും വണ്ടി എടുത്തു മാറ്റുന്നു. എന്നാൽ പോകുന്ന വഴിക്കാകട്ടെ ഒരുപാട് ആൾക്കാര് ഉത്സവം കഴിഞ്ഞിട്ട് ബസ് കയറാൻ നിൽപ്പുണ്ടായിരുന്നു. ഈ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ, അതുകൊണ്ട് അവര് വണ്ടി ഓൺ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ബോർഡും വെച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല. ഈ വണ്ടിയിൽ ജെസ്സി ഇരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ലൂക്ക് ആകട്ടെ അതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അവൻ നാളെയാണ് ചെക്കോസ്ലോവേക്കിയക്ക് പോകാനിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു തവണ കൂടി അവളെ കാണണമായിരുന്നു. അവനെ കണ്ടുകൊണ്ട് സ്പീഡിൽ വിട്ട വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് അവൻ ബൈക്ക് കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് ജെസ്സിയോട് ഇറങ്ങി വരാൻ പറയുന്നു. ജെസ്സിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നിരിക്കുകയാണ്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ബ്രേക്കപ്പിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൻ ബസ്സിനുള്ളിലേക്ക് കയറുന്നു. എന്നാൽ അവളിരുന്ന് കരയുന്നത് കണ്ടിട്ട് ഞാനതിന് നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവള് കരയുന്നതിന്റെ കാര്യം മറ്റുള്ളവരെല്ലാം തന്നെ അവനോട് പറയുന്നു. തന്നെ ശല്യം ചെയ്ത ആളെ താൻ കൊന്നു എന്ന് അവള് പറഞ്ഞത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു ലൂക്ക്. ഇതെല്ലാം അറിയാതെ പറ്റിയതാണ്, മനഃപൂർവ്വം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ലൂക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അരുവി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട കാര്യമില്ല, ആ പുള്ളി ബോഡി കൊണ്ടുപോയിക്കോളൂ എന്ന്. ഇയാൾ എന്തിനാ ബോഡി ഏറ്റെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്ന്. എന്നാൽ വെറും 7000 രൂപയ്ക്കൊക്കെ ആരെങ്കിലും ബോഡി ഏറ്റെടുക്കുമെന്ന് ലൂക്കിന് സംശയമായിരുന്നു. തങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല ഈ നിൽക്കുന്ന ആളെന്ന് ലൂക്കിന് ഡൗട്ട് തോന്നിയിട്ട് താൻ ആരാ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. SK തന്റെ ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ചിട്ട് താനൊരു കൃഷിക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ലൂക്ക് ആകട്ടെ ഡൗട്ട് അടിച്ചിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് താനാണോ സീരിയൽ കില്ലർ എന്ന്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി സ്റ്റോറി നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ മുകളിൽ ലൈവ് ബട്ടണിലോ കിട്ടും. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ടും കൊടുക്കണം.